നമുക്ക് ഡബിൾ ഹണ്ടർ അടിക്കുന്ന ഒരു ബാറ്റർ അല്ല, അതേ ബാറ്റർ മാത്രമല്ല, അതേപോലെ ലെഗ് സ്പിൻ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു ഒരു ഒരാളും കൂടിയാണ് യശസ്വി ജയ്സ്വാൾ എന്നാണ് ഇപ്പം പുറത്തു വരുന്ന ഒരു വിവരം. നമുക്കറിയാം ഈ തേർഡ് ടെസ്റ്റിന് ശേഷം ഒന്നാം ടെസ്റ്റിൽ 209 റൺസ് ജയ്സ്വാൾ നേടി, ഇപ്പം മൂന്നാം ടെസ്റ്റിൽ 213 റൺസ് നേടി. അപ്പം ഇതൊക്കെ കൊണ്ടും ലോകത്തിന്റെ എമ്പാടുമുള്ള ഭാഗത്തു നിന്നും ജയ്സ്വാളിനെ തേടിയിട്ട് വലിയ അഭിനന്ദന പ്രവാഹമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത്രയും രാജ്യത്തിന്റെ അങ്ങോളവും ഇങ്ങോളവും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെയും പ്രശംസകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ജയ്സ്വാളിനെ തേടിയിട്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ജിയോ സിനിമയിൽ കുംബ്ല സംസാരിക്കുന്നത്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജയ്സ്വാളിനോട് പറയുന്നൊരു കാര്യമാണ്: ബാറ്റിംഗിൽ നിങ്ങൾ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു, എന്നാൽ നിങ്ങളുടെ സ്വാഭാവികമായ ലെഗ് സ്പിൻ പന്തുകൾ കൂടി എനിക്ക് കാണണമെന്നുണ്ട്. നിങ്ങളത് ഒരിക്കലും കൈവിടാൻ പാടില്ല. പോയി ക്യാപ്റ്റനോട് കുറച്ച് ഓവറുകൾ തരാൻ പറയൂ. ലെഗ് സ്പിൻ ഉപകാരപ്പെടും എന്നുമായിരുന്നു യശസ്വി ജയ്സ്വാളിനോട് ജിയോ സിനിമയിൽ അനിൽ കുംബ്ലെ പറഞ്ഞിരുന്നത്. അപ്പം കാര്യം മറ്റൊന്നുമല്ല, ഈ ഒരു പ്രാക്ടീസ് സമയത്ത്, ഈ ഇന്ത്യയുടെ പ്രാക്ടീസ് സമയത്ത് യശസ്വി ജയ്സ്വാൾ ബോൾ ചെയ്യുന്നത്, ലെഗ് സ്പിൻ എറിയുന്നത് അനിൽ കുംബ്ലെ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു നമുക്ക് അനിൽ കുംബ്ലയെ നമുക്കറിയാം, അദ്ദേഹം ഇത്രത്തോളം മികച്ചൊരു ബോളർ, നമ്മുടെ ഇന്ത്യക്ക് ഇത്രത്തോളം ഒരു മികച്ചൊരു ബോളർ വേറെ ഇല്ല. അപ്പം അത്രയും ഒരു റിസ്റ്റ് സ്പിന്നർ ആയിരുന്നു നമ്മുടെ അനിൽ കുംബ്ലെ. അപ്പം അദ്ദേഹം പറയുന്നത് ലെഗ് സ്പിൻ എറിയാനായിട്ട് ഒരു നല്ലൊരു കഴിവ് ജയ്സ്വാളിനുണ്ട്. അപ്പോൾ ജയ്സ്വാളിനോട് പറയാണ്, നിങ്ങൾ രോഹിത് ശർമ്മയോട് പറയൂ കുറച്ച് ഓവറുകൾ എനിക്ക് തരാൻ എന്ന് പറയാം. അപ്പം നിങ്ങളുടെ ബാറ്റിംഗ് കൊണ്ടുള്ള കഴിവുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനി നിങ്ങളുടെ ബോളിങ്ങോടാണ് കാണേണ്ടത്. അപ്പോൾ ക്യാപ്റ്റനോട് പറയൂ, കുറച്ച് ഓവറുകൾ തരാൻ പറയൂ, നിങ്ങളുടെ ലെഗ് സ്പിൻ ആണ്, അത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് അനിൽ കുംബ്ലെ ജയ്സ്വാളിനോട് പറയുന്നത്. ഇതിന് ജയ്സ്വാൾ അപ്പം തന്നെ മറുപടിയുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ജയ്സ്വാളിന്റെ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ എപ്പോഴും ബൗളിങ്ങിന് ഒരുക്കമാണ്, തയ്യാറായിരിക്കാൻ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ പന്തെറിയാൻ ഒരുക്കമാണെന്ന് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുമുണ്ട് എന്നുമായിരുന്നു യശസ്വി ജയ്സ്വാളിന്റെ പ്രതികരണം. പരിശീലന സെഷനുകളിൽ യശസ്വി ലെഗ് സ്പിൻ എറിയുന്നത് ശ്രദ്ധിച്ചായിരുന്നു കുംബ്ലയുടെ ഈ നിർദ്ദേശം. അപ്പം നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ പരിശീലന സെഷനിൽ നല്ലപോലെ ലെഗ് സ്പിൻ എറിയുന്ന ഒരാളായി അനിൽ കുംബ്ലയ്ക്ക് തോന്നി. അപ്പം താൻ ഒരുക്കമാണെന്ന് രോഹിത് ശർമ്മയോട് യശസ്വി പറഞ്ഞിട്ടുണ്ട്. അപ്പം രോഹിത് ശർമ്മ പറഞ്ഞിട്ടുമുണ്ട്, നീ റെഡി ആയിട്ടിരുന്നോ, നിനക്ക് ഓവറുകൾ ഞാൻ തരും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ടെസ്റ്റ് മത്സരങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു കാഴ്ച കൊണ്ട് കാണാം. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ഇത്രയും മികച്ചൊരു ബാറ്റർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ജോ റൂട്ട് എങ്ങനെയാണ് ഇംഗ്ലണ്ടിനെ വർക്കൗട്ട് ആകുന്നത്, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ എപ്പോഴും ഒരു ഓൾറൗണ്ടർ ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പം ഏതൊരു ടീമിൻ്റെ ആകും ഇത്രയും നല്ലൊരു ബാറ്റ്സ്മാനും കൂടി ആകുമ്പോഴത്തേനും നമുക്കത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും വരുന്ന മത്സരങ്ങളിൽ അത് ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.